ഇപ്പം ഇന്ന് രാവിലെ ഞാൻ പൂട്ടുണ്ടാക്കാൻ വിചാരിച്ചു. അപ്പം അത് ഞാൻ കാണിക്കാറ്. അപ്പം ഇതിലൊരു 1/4 ടീസ്പൂൺ, ഇതൊരു 1.5 ഗ്ലാസ് പൊടിയാണ്. അതിലേക്കൊരു 1/4 ടീസ്പൂണ് ഉപ്പിട്ടിട്ടുണ്ട്. ഇത് വറുത്ത പൊടിയാണ്, നമ്മൾ വാങ്ങിക്കുന്നതാണ് പുട്ടുപൊടി. അപ്പം അതിൽ വെള്ളം സാധാ നമ്മൾ വീട്ടിൽ പൊടിപ്പിക്കുന്ന പൊടിയേക്കാളും കൂടുതൽ വെള്ളം ചിലവാകും. അത് വേഗം കത്തിയാണ്. ഈ ഉപ്പ് ഇതിൽ നന്നായി ആക്കാം. നന്നായി നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒന്ന് ഇതാക്കി കൊടുക്കാം. പിന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പാകമാക്കി എടുക്കണം. പൊടിച്ചാൽ വെള്ളം ഒഴിച്ചാലും അത് ഇങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോഴേക്കും അത് വലിഞ്ഞ് വറുത്ത വാങ്ങിക്കുന്ന പൊടിക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. നോക്കിയിട്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനെയാവുന്ന സമയത്ത് നമ്മൾ നിർത്താം. ആവശ്യമായാലും നമ്മൾ ലേശം വെള്ളം തെളിച്ചിട്ട് നമുക്ക് ചേഞ്ച് വരും. ലേശം കൂടി വെള്ളത്തിൻ്റെ കുറവുണ്ട്, അത് നോക്കാം. പിന്നെ ഞാൻ പൂട്ടും കടലും ഉണ്ടാക്കണത് അത് നിങ്ങളും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്, എന്നാലും എൻ്റെ ഒന്ന് രാവിലത്തെ മെനു നമ്മളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ആവശ്യത്തിനുള്ള നാളികേരം വെച്ചിട്ടുണ്ട്. കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആയി വരട്ടെ. വെള്ളം തിളച്ചിൻ്റെ ശബ്ദം കേൾക്കണമുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടിക്കും. ഇതിപ്പോൾ നാളികേരവും പൊടിയുമായിട്ട് മിക്സ് ചെയ്ത് ചേർത്ത് ഞാൻ ഇതിൽ കയറ്റാൻ പോവാണ്. ആൾട്ടർനേറ്റീവായിട്ട് നാളികേരവും പൊടിയിട്ടിട്ട് ആവി വരട്ടെ. ആദ്യത്തെ കുമ്പം. അപ്പോൾ 2 കുമ്പം പുട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇനി നമുക്ക് അതിലേക്ക് ഒരു കടലക്കറി ഉണ്ടാക്കാനായിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. കടല വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇനി കാച്ചിക്കാം. അപ്പോൾ വെളിച്ചെണ്ണ കാഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഉപ്പേരിയൊക്കെ ഞങ്ങൾ പറയും കാച്ചാന്ന് പറയും, തൃശ്ശൂർക്കാർ. അപ്പോൾ അതിലേക്ക് ഞാൻ എടുത്തിട്ടുണ്ടാകുന്ന ചുമന്നുള്ളി ഒരു 5-10 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചെറിയ കുടം വെളുത്തുള്ളി, അത് അതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുക. പിന്നെ വേപ്പില അത് ആദ്യം ഇടാം. ഇത് നന്നായി മൊരിയണ വരെ ഇളക്കാം. നന്നായി ഇളക്കി എടുത്ത് മൊരിച്ചെടുക്കാം. അതൊരു മൊരിഞ്ഞ മണം വരും.
അപ്പോൾ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് വേപ്പില, മുളക് പൊടി 1 സ്പൂണ്, 1/2 സ്പൂണ് കുരുമുളക് പൊടി, 1/4 ടീസ്പൂണോളം ഗരം മസാല. ഞാൻ പൊടിച്ച് വെക്കുന്നതാണ്, വാങ്ങിക്കുന്നതല്ല. ഗരം മസാല, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് നാളികേരം, കുറച്ച് മതി നാളികേരം. ഇതൊക്കെയാണ് ഇനി വേണ്ടത്. അപ്പം അത് മൊരിഞ്ഞ് വരുന്ന വരെ നമുക്ക് ഇളക്കി കൊടുത്തിരിക്കാം. ഭയങ്കരമായിട്ട് മൊരിഞ്ഞിട്ട് മുമ്പ് നമുക്ക് കുറച്ച് കാപ്പിപ്പൊടി ഇടാം. പിന്നെ നാളികേരം ഒന്ന് മൊരിയാനായിട്ട് ഇടാം. അത് ഒരു ചുവന്ന കളറായിട്ട് വരണം. ഈ കടലക്കറി എന്ന് പറഞ്ഞാൽ നമുക്കൊരു തൈര അല്ലെങ്കിൽ ഒരു രസം ഉണ്ടെങ്കിൽ ഒന്നൊഴിക്കാം. ഈ കടലക്കറി കൂട്ടിയിട്ട് അത്ര ടേസ്റ്റ് ആണ് കടല. ഈ നാളികേരമൊക്കെ ചേർത്ത് വറവ് ചേർത്ത് മസാലയൊക്കെ ഇട്ടിട്ട് വെക്കുമ്പോൾ സാധാ നമ്മൾ വെറുതെ ഉള്ളി കാച്ചണിട്ടും നല്ല ടേസ്റ്റാണ്. പ്രത്യേകതയൊന്നുമില്ല, ഇതൊരു നാളികേരം എക്സ്ട്രാ ആണെന്നുള്ളത്. അപ്പോൾ അത് നോക്കി വയ്ക്കുക. പിന്നെ ചുമന്നുള്ളിയൊക്കെ ഇത്തിരി അധികം ചേർക്കാം. അതൊരു ചുമന്ന കളറാവണ വരെ വറുക്കുക. ഇങ്ങനെ വെച്ച് നോക്കിയാൽ നിങ്ങൾ പിന്നെ ഇങ്ങനെ മാത്രമേ വയ്ക്കുള്ളൂ. ഇപ്പോൾ നന്നായി മുരിഞ്ഞ് വന്നിട്ട് ചുവന്ന കളറായി വേണ്ട. ഈ സമയത്ത് നമുക്ക് നല്ലൊരു മണമൊക്കെ വരും. നാളികേരം കൂടി അതിൽ വറന്ന് വരല്ലേ. ഈ സമയത്ത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് കുരുമുളക്, 1/4 ടീസ്പൂൺ ഗരം മസാല, മഞ്ഞൾപ്പൊടി ഇതിട്ടിട്ട് ഒന്ന് അതിൻ്റെ പച്ചമണം പോകുന്ന വരെ ഇളക്കി കൊടുക്കുക. പച്ചമുളക് പോയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കടല വേവിച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇതാണ് നമ്മുടെ കടലക്കറി. ഞാൻ വെറുതെ 2 വേപ്പിലയുടെ കതിര് വെച്ചെന്നുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് നമ്മുടെ പുട്ട്. ഇതിന് കൂട്ടി കഴിക്കാനാണ്. അപ്പം എൻ്റെ രാവിലത്തെ മെനു ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ വേറെ ഏതെങ്കിലും കറിയായിട്ട് കാണാം. താങ്ക് യു.